A discrete random variable x has the following PMF. Calculate probability of x less than or equal to 0. Second question, mean of x. Probability of x less than or equal to 0 എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പൊ എക്സിന്റെ വാല്യൂ 0യോ 0നേക്കാളോ ചെറുതാവണം. എക്സിന്റെ വാല്യൂ 0യോ 0നേക്കാളോ ചെറുതാവണം എന്നുണ്ടെങ്കിൽ ഏത് രണ്ട് വാല്യൂസ് ഉള്ളത്? ഇവ രണ്ടുമാണ് ഉള്ളത്. അപ്പൊ എക്സിന്റെ വാല്യൂ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇപ്പൊ -1 ഉണ്ട്, പിന്നെ ആരും കൂടി ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0യും കൂടി ഉണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ -1 ആവുമ്പോൾ പ്രോബബിലിറ്റി എത്രയാണ്? 0.3 ആണ്. പ്ലസ് എക്സിന്റെ വാല്യൂ 0 ആവുമ്പോഴുള്ള പ്രോബബിലിറ്റി 0.2 ആണ്. ഇവ തമ്മിൽ സം ചെയ്യുമ്പോൾ എന്താണ് പ്രോബബിലിറ്റി? 0.5. അതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സിന്റെ മീന് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സിന്റെ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്ക്രീറ്റ് കേസ് ആയതുകൊണ്ട് ഫോർമുല സിഗ്മ എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന്റെ ആദ്യത്തെ വാല്യൂ ഏതാണെന്നൊന്ന് നോക്കൂ. -1. -1 ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.3 പ്ലസ് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 0, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.2 പ്ലസ് എക്സിന്റെ അടുത്ത വാല്യൂ 1, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.4 പ്ലസ് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 2, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.1 വിച്ച് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു 0.3 -0.3 പ്ലസ് 0 ഇൻറ്റു 0.2 0 പ്ലസ് 1 ഇൻറ്റു 0.4 0.4 പ്ലസ് 2 ഇൻറ്റു 0.1 0.2. ഇനി ഒന്ന് നെഗറ്റീവും ബാക്കി രണ്ടെണ്ണം പോസിറ്റീവും കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു -0.3 പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0.6. വലിയ നമ്പറിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക, വലുതിന്റെ ചിഹ്നം ഇടുക. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 0.3 ആണ്. Then next one, if f of x denote the probability density function of a continuous random variable x, then integral -infinity to +infinity f of x dx equal to എന്താണ്? ടോട്ടൽ ഇന്റഗ്രേഷൻ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓപ്ഷൻ 2 ആണ് ആൻസർ. The PDF of a continuous random variable x is തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ PDF f of x equal to x/2 ആണ് തന്നിരിക്കുന്നത്. റേഞ്ച് തന്നിരിക്കുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. തന്നിരിക്കുന്ന f of x x/2 ആണ്, കണ്ടിന്യൂസ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോബബിലിറ്റി എത്രയാണ്? സോ എന്ത് ചെയ്യും നമ്മള്? ഇന്റഗ്രൽ എവിടം തൊട്ട് എവിടം വരെയുള്ള ഇന്റഗ്രേഷൻ? 1 to 2 വരെയുള്ള ഇന്റഗ്രേഷൻ f of x dx equal to ഇന്റഗ്രൽ 1 to 2 f of x എന്താണ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ x/2 dx. ഇനി നോക്കുക, 2 ഡിനോമിനേറ്ററില് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇന്റഗ്രേഷൻ. അപ്പൊ ഡിനോമിനേറ്ററിലുള്ള 2 കോൺസ്റ്റന്റ് ആണ്. 1/2 എന്ന് വെളിയിലെടുത്തു. പിന്നെ ഇവിടെ ആരേ ഉള്ളൂ? x dx. ആരൊക്കെ ഉണ്ട് ഇവിടെ? ലിമിറ്റ് 1 to 2 വരെയുള്ള ലിമിറ്റ് ഉണ്ട്. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ആൻസർ x²/2 ആണ്. ഇന്റഗ്രേഷന്റെ ഫോർമുലകൾ പഠിച്ചിരിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാല് ഫോർമുല എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? x⁻n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. ഇവിടെ n-ന്റെ പ്ലേസിൽ 1 ആണ്. അതുകൊണ്ടാണ് 1+1 എന്തായി മാറിയത്? 2 ആയി മാറിയത്. Then which is equal to വീണ്ടും ഡിനോമിനേറ്ററിൽ ഒരു 2 കൂടി ഉണ്ട്. 2 into 2 എന്തായി മാറി? 4. ഡിനോമിനേറ്ററിലാണ് ആ 4 എഴുതേണ്ടത്. ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെയാണ്? 1 to 2 വരെയാണ് ലിമിറ്റ്. സോ ഇവിടെ ആരുണ്ട്? ഉള്ളില് x² ഉണ്ട്. 1 to 2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു
1/4 അതേപടി എടുത്തെഴുതി. ആർക്കാണ് ലിമിറ്റ് ഇട്ട് കൊടുക്കേണ്ടത്? എക്സ് ഉള്ള ഭാഗത്താണ് ലിമിറ്റ്. അപ്പൊ ആദ്യം എക്സിന്റെ വാല്യൂ അപ്പർ ലിമിറ്റ് 2 സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് 1 സ്ക്വയർ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എക്സിന്റെ പവർ സ്ക്വയർ ആയതുകൊണ്ടാണ് ഇവിടെ രണ്ടവിടെയും സ്ക്വയർ വന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാല് 4 മൈനസ് 1 സ്ക്വയർ എന്ന് വെച്ചാല് 1. 4 മൈനസ് 1 എന്ന് വെച്ചാൽ എത്രയാണ്? 3 ആണ്. അപ്പൊ 1/4 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? 3/4 ആണ് എന്ന് കിട്ടും. ചെയ്തു നോക്കുക. The mean delivery time in a pizza restaurant is 30 minutes with a standard deviation of 5 minutes. Assume the delivery time follows normal distribution. Find the probability that the delivery time is between 25 to 35 minutes. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ ക്വസ്റ്റ്യനിലെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. നോർമൽ ആയതുകൊണ്ട് മ്യൂ ആണ് മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. ആ രണ്ട് വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ പറയണത് പ്രോബബിലിറ്റി ഓഫ് 25 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 35. ഡെലിവറി ടൈം 25ന്റെയും 35ന്റെയും ഇടയിൽ ലൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ് വെച്ചിട്ട് നമുക്ക് നോർമലിലെ ടേബിൾ നോക്കാനാവില്ല. എക്സ് എന്തായി മാറണം? സെഡിലേക്ക് മാറണം. സെഡിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ എന്താ ട്രാൻസ്ഫോർമേഷൻ? എക്സ് പോയിട്ട് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നായി മാറണം. ഇതേ ട്രാൻസ്ഫോർമേഷൻ എവിടെ വരുത്തണം? ലെഫ്റ്റ് സൈഡിലും വരുത്തണം, റൈറ്റ് സൈഡിലും വരുത്തണം. സോ പ്രോബബിലിറ്റി ഓഫ് 25 മൈനസ് മ്യൂ, മ്യൂ ഇവിടെ എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ സിഗ്മ, സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ട് 5. ഈ ലെസ് ദാൻ സിമ്പിൾ അതുപോലെ ഇറക്കി എഴുതി. ലെസ് ദാൻ 35 തന്നെയാണ്. മൈനസ് എന്താ? എക്സിൽ നിന്ന് ആരെയാണ് മൈനസ് ചെയ്തത്? മ്യൂ. മ്യൂ എത്രയാ? 30 ഡിവൈഡഡ് ബൈ ആരും കൂടി ഉണ്ട്? സിഗ്മ. സിഗ്മയുടെ വാല്യൂ 5 ആണ്. ക്ലിയർ? പ്രോബബിലിറ്റി ഓഫ് 25ൽ നിന്ന് 30 പോയി കഴിഞ്ഞാൽ -5 ഡിവൈഡഡ് ബൈ 5 ലെസ് ദാൻ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? Z ആണ്. ലെസ് ദാൻ 35ൽ നിന്ന് 30 പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 5/5. So probability of -1 less than Z less than +1. ഇത്രയും ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മള് സ്റ്റാൻഡേർഡ് നോർമലിന്റെ പറഞ്ഞിട്ടു. സെഡിന്റെ വാല്യൂ -1ന്റെയും +1ന്റെയും ഇടയിലാവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ഷെയ്ഡർ റീജിയൻ. ഈ ഭാഗവും പെട്ടു, പിന്നെന്താ ഈ ഭാഗവും -1 to +1. അപ്പൊ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്? 2 times പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1 ആണ്. -1 മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റി പ്ലസ് 0 മുതൽ 1 വരെയുള്ള പ്രോബബിലിറ്റി. അപ്പൊ രണ്ട് പ്രോബബിലിറ്റിയും സെയിം തന്നെയാണ്. -1 മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റി എന്താണോ അതേ പ്രോബബിലിറ്റി തന്നെയായിരിക്കും 0 മുതൽ 1 വരെയും. അതുകൊണ്ടാണ് 2 times പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1 എഴുതിയത്. which is equal to 2 into 0.3413 സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്നിട്ടാണ് ഈ വാല്യൂ കിട്ടിയത്. which is equal to 0.6826 ആണ്. ഇനി ഇതിലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ദ ഡെലിവറി ടൈം ഈസ് മോർ ദാൻ 32 മിനിറ്റ്സ്. ഡെലിവറി ടൈം മോർ ദാൻ 32 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ടൈം എക്സ് ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ എന്താണ്? 32 ആണ്. 32 മിനിറ്റിനേക്കാളും കൂടുതൽ. ഇങ്ങനെയൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയ പ്രോബബിലിറ്റി എന്താണ്? അപ്പൊ എക്സ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. എക്സിന് എന്തായി മാറ്റണം? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നാക്കി മാറ്റണം. ഗ്രേറ്റർ ദാൻ എന്താണ്? 32 മൈനസ് മ്യൂ. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 30 ബൈ സിഗ്മ. സിഗ്മ എത്രയാണ്? 5 ആണ്. അതായത് ഇവിടുത്തെ മ്യൂവിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
സോ പ്രോബബിലിറ്റി ഓഫ് z ഗ്രേറ്റർ ദാൻ 32ൽ നിന്ന് 30 പോയി കഴിഞ്ഞാൽ 2 ആണ്, 2/5 ആണ്. പ്രോബബിലിറ്റി ഓഫ് z ഗ്രേറ്റർ ദാൻ എത്രയാണ്? 0.4 ആണ്. ഇതിന് ശേഷം എന്ത് ചെയ്യുക? കർവ് വരയ്യ. 0.4 എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ 0.4 എന്ന് ഗസ് ചെയ്യുക. z വാല്യൂ 0.4നേക്കാളും വലുതാണ്. അപ്പൊ ഈ ഭാഗം, അപ്പൊ ഇവിടെ മുതൽ നെഗറ്റീവ് ഇൻഫിനിറ്റി വരെയുള്ള പ്രോബബിലിറ്റി ആയ 0.5ൽ നിന്ന് 0 മുതൽ 0.4 വരെയുള്ള പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 0.4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? z വാല്യൂ ഗ്രേറ്റർ ദാൻ 0.4 പ്രോബബിലിറ്റി കിട്ടും. So 0.5 minus probability of 0 less than z less than 0.4. ഇതിന്റെ വാല്യൂ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് 0.1554 ആണ് കിട്ടുന്നത്, which is equal to 0.3446 ആണ്. An estimator t satisfies the condition expectation of t tends to theta and variance of t tends to 0. As n tends to infinity for the parameter theta, then t is called consistent estimator of theta. Consistent estimator definition ആണ് തന്നിരിക്കുന്നത്. അതിലുള്ള second question, x1, x2, x3, x4 are random samples drawn from a population with a mean, mu and standard deviation sigma. Mean mu ആണ്, standard deviation എന്താണ്? sigma ആണ്. Then T1 equal to x1 plus 2x2 minus 2x3 and T2 equal to 2x1 plus 3x2 minus 4x4 are two unbiased estimators for mu. Unbiased ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. Obtain the efficient estimator among T1 and T2. ഇവ രണ്ടില് ആരാണ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ് ചോദ്യം. അൺബൈസ്ഡ് ആണ് എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് വീണ്ടും നിങ്ങൾ അൺബൈസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ ഇനി എഫിഷ്യന്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുക? ഇവ രണ്ടിന്റെയും വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. വേരിയൻസ് കണ്ടുപിടിക്കുമ്പോ ആരുടെ വേരിയൻസ് ആണോ കുറവ് അതിനാണ് എഫിഷ്യൻസി കൂടുതൽ. സോ വേരിയൻസ് ഓഫ് T1 ഈക്വൽ ടു variance of x1 plus 2x2 minus 2x3, which is equal to variance of x1 plus 4 into variance of x2. അതായത് വേരിയൻസിന്റെ പ്രോപ്പർട്ടിയിൽ പറയേണ്ട വേരിയൻസ് ഓഫ് ax ഈക്വൽ ടു a സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x എന്ന പ്രോപ്പർട്ടിയിലുണ്ട്. ഇപ്പൊ 2ന്റെ സ്ക്വയർ 4 വേരിയൻസ് ഓഫ് x2. ഇനി പ്രോപ്പർട്ടിയിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയണ്ട്, വേരിയൻസ് ഓഫ് ax മൈനസ് by ആണെങ്കിൽ a സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x പ്ലസ് b സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് y എന്നും കൂടെ പറയണ്ട്. ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിലും എന്തായി മാറും? അത് പോസിറ്റീവായി മാറി 4 ഇൻറ്റു വേരിയൻസ് ഓഫ് x3. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആണെങ്കിൽ വേരിയൻസ് എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. 4 ഇൻറ്റു വേരിയൻസ് ഓഫ് x2 സിഗ്മ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു വേരിയൻസ് ഓഫ് x3 എന്താണ്? സിഗ്മ സ്ക്വയർ. ഒരു സിഗ്മ സ്ക്വയർ 4 സിഗ്മ സ്ക്വയർ 4 സിഗ്മ സ്ക്വയർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 9 സിഗ്മ സ്ക്വയർ. സെയിം മെത്തേഡിൽ എന്ത് ചെയ്യുക? വേരിയൻസ് ഓഫ് T2 കാൽക്കുലേറ്റ് ചെയ്യുക. വേരിയൻസ് ഓഫ് T2 ഈക്വൽ ടു വേരിയൻസ് ഓഫ് 2x1 പ്ലസ് 3x2 minus 4x4. T2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, which is equal to again variance in a property 2 എന്തായി മാറും? 4 into variance of x1 plus 3 എന്തായി മാറി? 9 into variance of x2 മൈനസ് ആണെങ്കിലും എന്താവും പറഞ്ഞു? പോസിറ്റീവ് ആവും. 4 into square 16 variance of x4, which is equal to 4 into sigma square plus 9 into sigma square plus 16 into sigma square. എല്ലാം കൂടെ കൂട്ടുമ്പോൾ വരുന്ന ആൻസർ 29 സിഗ്മ സ്ക്വയർ.
അപ്പൊ വേരിയൻസ് ഓഫ് T1 കാൽക്കുലേറ്റ് ചെയ്തത് 9 സിഗ്മ സ്ക്വയർ ആണ്. വേരിയൻസ് ഓഫ് T2 കിട്ടിയത് 29 സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ ഏതാണ് കുറവ്? വേരിയൻസ് ഓഫ് T1 ആണ് കുറവ്. അതുകൊണ്ട് എഫിഷ്യൻസി കൂടുതൽ ആർക്കാണ്? T1-നാണ് എഫിഷ്യൻസി കൂടുതൽ. If you like the video, please subscribe and press the bell icon.